ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ആയിപ്പോയി. ഇത് ഞാൻ മുന്നേ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ആണ്. ഇപ്പോഴാണ് വോയിസ് ഓവർ ഒക്കെ ചെയ്ത് പുറത്ത് വരാൻ പറ്റിയത്. അപ്പോൾ ഞങ്ങൾ മുന്നേ ട്രിവാൻഡ്രം ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോയ കുറച്ച് ബീറ്റ്സ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഒരു ഫുൾ വ്ളോഗാണ് ഇത്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് നേരെ തൃശ്ശൂരിൽ ഞങ്ങൾ കോളേജിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. അവിടുന്ന് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അങ്ങനെ നേരെ ട്രിവാൻഡ്രം എത്തി. രാത്രി ഒരു 10:30 ആയി. ഞങ്ങള് ഋതുവിന്റെ ടെൻഷനാണ് കാണുന്നത്. ഋതുവാണ് നമ്മൾ ഇത്തവണത്തെ ഹോസ്റ്റ്. ഇതിന് മുന്നേ ഋതു ഞങ്ങളെ മൂന്നുപേരുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഋതുവിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നത്. അപ്പൊ അതേ വീട്ടിലെത്തി എല്ലാവരും ഫ്ലാറ്റായി. പിറ്റേ ദിവസം രാവിലെ നല്ല ഒരു ഋതുവിന്റെ അമ്മയുടെ നല്ലൊരു സൂപ്പർ കോഫി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ എല്ലാവരും രാവിലെ എണീറ്റ് വന്ന് ഋതുവിന്റെ വീടും പരിസരമൊക്കെ ഒന്ന് ചെറുതായിട്ട് ചുറ്റിക്കണ്ടു. അവിടെ വെസ്റ്റ് ഇന്ത്യൻ ചെറിയൊക്കെ നന്നായിട്ട് കായ്ച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അവൾ അത് പറിച്ചു തന്നു. രാവിലെ തന്നെ വെസ്റ്റ് ഇന്ത്യൻ ചെറിയാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് വീടിന് ചുറ്റുമൊക്കെ നടന്നു. നല്ല ലോണും ഒരു ചെറിയ പോണ്ടൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഋതുവിന്റെ അച്ഛനും അമ്മയും അഗ്രികൾച്ചർ ഫീൽഡ് തന്നെ ആയതുകൊണ്ട് അവർക്ക് ഇതൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ചിക്കൻ സാലഡ് ആയിരുന്നു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കൻ സാലഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. സൂപ്പർ ആയിരുന്നു. ഋതുവിന്റെ അമ്മ ഉണ്ടാക്കിയ എല്ലാ ഫുഡും നമ്മൾ ഈ ട്രിപ്പ് കഴിച്ച എല്ലാ ഫുഡും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈക്വലി നല്ല പോലെ ഇഷ്ടമായിരുന്നു. പിന്നെ ടെസ അതിന്റെ അഭിപ്രായം പറയും. എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഞങ്ങളെല്ലാവരും കുളിച്ച് ഫ്രഷ് ആയി ഇന്നത്തെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞത് എല്ലാവരും റെഡിയായി. ഋതുവിന്റെ ചേട്ടനും ചേച്ചിയും വന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് ഇന്ന് ഞങ്ങൾ അവരുടെ കൂടെയാണ് ഡേ. അവിടെ നിന്ന് നേരെ വെള്ളായണി ലേക്കിലേക്കാ പോയത്. അപ്പോൾ ഫസ്റ്റ് രാവിലെ തന്നെ അവിടുത്തെ ഒരു വ്യൂവും കാര്യങ്ങളും ആ കാറ്റും ആ ലൈറ്റും ഒക്കെ സൂപ്പർ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ വെള്ളായണി അഗ്രികൾച്ചർ കോളേജിൽ പോകാൻ വേണ്ടി നോക്കി. പക്ഷെ അവിടെ അങ്ങനെ വിസിറ്റേഴ്സിന് അലോഡ് അല്ല എല്ലാ ദിവസവും. വർക്കിംഗ് ഡേ അല്ലായിരുന്നു. സോ അതുകൊണ്ട് അവിടെ ജസ്റ്റ് പുറത്തുനിന്നൊക്കെ കണ്ടുപോയി. ഇത് നൊങ്കാണ്. നൊങ്ക് സൂപ്പർ ആയിരുന്നു. ഡിഫറെന്റ് ഫ്ലേവേഴ്സിൽ അവർ തരുമായിരുന്നു കേട്ടോ. സൂപ്പർ ആയി. ഞാൻ ആദ്യമായിട്ടാ കഴിച്ചത് അങ്ങനെ നൊങ്ക്. അപ്പൊ പക്ഷെ ട്രിവാൻഡ്രത്തൊക്കെ അത് കോമൺ ആണ്. നമുക്ക് കണ്ണൂരൊന്നും അത്ര ഇതിങ്ങനെ ഫേമസ് അല്ല. പിന്നെ ഞങ്ങൾ ട്രിവാൻഡ്രം സിറ്റിയും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് ഒരു കാറിൽ ഒരു റൗണ്ട് അടിച്ച് അങ്ങനെ കുറെ കുറെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ കണ്ടുപോയി. ഭയങ്കര ഭയങ്കര രസമായിരുന്നു. നല്ല ആ സിറ്റിയിലൂടെയുള്ള ഡ്രൈവ് വാസ് സൂപ്പർ. നല്ല ലൈറ്റിങ്ങും നല്ല സിറ്റി കാണാൻ ഭയങ്കര ഭയങ്കര സൂപ്പർ ആയിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ചു നേരം നിയമസഭയുടെ മുന്നിൽ പോയി നിന്നു കേട്ടോ. ആദ്യമായിട്ട് ഇങ്ങനെ ഇത്ര അടുത്ത് നിന്ന് കാണുന്നത്. അതിന്റെ ഗേറ്റ് നിന്ന് ഇങ്ങനെ കുറച്ചു നേരം അവിടെ നോക്കിക്കൊണ്ടിരുന്നു. ചുമ്മാ എന്തിനാണെന്നറിയില്ല, പക്ഷെ ഒരു രസം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലുലു മാളിലേക്കാണ് പോയത്. ഞങ്ങൾ എല്ലാവരും കൂടി ലുലു മാളിൽ പോയി. പിന്നെ ഇതിലെ വെറുതെ ഷോപ്പിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നടന്നു. അവർ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ എല്ലാം ഒന്ന് കണ്ട് മീൻസ് ട്രിവാൻഡ്രം ലുലു മാൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ ഒരുപാട് കളക്ഷൻസും ഒരുപാട് സ്റ്റോഴ്സും ഭയങ്കര വെറൈറ്റി. ഇത് സൂപ്പർ മാർക്കറ്റാണ്. ഈ സൂപ്പർ മാർക്കറ്റിൽ എന്ന് വെച്ചാൽ ഒരുപാട് ഫ്രൂട്ട്സ്, മീറ്റ്, സ്വീറ്റ്സ് എന്ത് വേണം അതിനുള്ളിൽ കയറിയാൽ നമുക്ക് എല്ലാം കിട്ടും. അങ്ങനെ അതിനകത്ത് തന്നെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്നും വാങ്ങിയില്ലെങ്കിലും എല്ലാം ഇങ്ങനെ കണ്ട് 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 നടന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പം നമ്മൾ അഗ്രികൾച്ചർ പഠിക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ എക്സോട്ടിക് ഫ്രൂട്ട്സും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിലേക്കല്ലേ കാണാൻ പറ്റൂ. അപ്പൊ അതൊക്കെ സൂപ്പർ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് സ്വീറ്റ്സ് കണ്ടപ്പോ ഞങ്ങളെ കയ്യിൽ നിന്ന് പോയി. സ്വീറ്റ്സ് പിന്നെ കുറെ ബ്രെഡ്സ് എന്താ പറയണ്ടേ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് അത്യാവശ്യം ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ജീജു എന്ന് വെച്ചാൽ ഋതുവിന്റെ ചേട്ടൻ ഞങ്ങൾക്ക് ഓൾറെഡി അവിടെ ബർഗറും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ നേരെ മേലെ ഫുഡ് കോർട്ടിൽ ചെന്ന് ഇത് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗെയിം സോണിലേക്കാണ് പോയത്. ഗെയിം സോൺ വാസ് സൂപ്പർ ഫൺ. നമുക്ക് അവിടെ കുറെ റൈഡ്സ് കയറി. ഏറ്റവും എക്സൈറ്റിംഗ് ആയത് ഈ പാവേനെ എടുക്കുന്ന സെഗ്മെന്റ് ആയിരുന്നു കേട്ടോ. കുറേ ഞങ്ങൾ ട്രൈ ചെയ്തു. അവസാനം ഒരു 6-7 തവണ ട്രൈ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒരു പാവക്കുട്ടീനെ കിട്ടി. ശരിക്കും അത് അവരുടെ ബിസിനസ് ആണ്. എന്നാലും പക്ഷെ നമുക്കൊരു അതിനോട് ക്രേസ് തോന്നിയാൽ നമ്മൾ പിന്നെയും പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഹാപ്പിനെസ് ആണ് നിങ്ങൾ കാണുന്നത്. ഞാൻ കുറെ നേരം ട്രൈ ചെയ്തു. ഇപ്പൊ ഇത് ഞങ്ങളെ കയ്യിലുണ്ട് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് റൈഡിൽ കയറി. നല്ല രസമായിരുന്നു. ഭയങ്കര ഒരു ഫൺ ഡേ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുനാഫ കഴിക്കണം എന്ന് ആഗ്രഹമായി. അപ്പോ അവിടെ ആ സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങൾക്ക് കുനാഫ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പോയി വാങ്ങി.
അങ്ങനെ അപ്പത്തേക്കും ഒരു ഈവനിങ് ടൈം ഒക്കെ ആയി. നല്ല അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ അവർ ആ ഒരു സമയമായി. എന്നിട്ട് ഞങ്ങൾ നേരെ ലുലു മാളിൽ ഇറങ്ങി. നമ്മൾ ശംഖുമുഖം ബീച്ചിലേക്കാണ് പോവാൻ പോകുന്നത്. അതേ ബീച്ചിലെത്തി നമ്മുടെ ഇത് മറ്റേ നമ്മുടെ സാഗരകന്യക ആ ശില്പമാണ്. അതിനുശേഷം നമ്മളെല്ലാരും കൂടി ശംഖുമുഖം ബീച്ചിലേക്ക് പോയി. പക്ഷെ ബീച്ചിൽ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങാനൊന്നും വിടില്ലായിരുന്നു. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു റെസ്റ്റോറന്റ് ആണ് ഇത്. ഞാൻ അതിന്റെ പേര് വിട്ടുപോയി. അവിടെ പോയി ഞങ്ങൾ അവിടുത്തെ സ്പെഷ്യൽ ആണ് ബീഫ് ഓംലേറ്റും ചിക്കൻ ഓംലേറ്റും അങ്ങനെയൊക്കെ. അതും നല്ല കോഫിയും കുടിച്ച് ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോഴേക്കും അത്യാവശ്യം നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ പിന്നെ മൃദുവിന്റെ അമ്മേന്റെ വക വിഭവസമൃദ്ധമായ ഫുഡും കാര്യങ്ങളായിരുന്നു. നല്ല സൂപ്പർ ദോശയും ചട്നിയും ഒക്കെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ ഇത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ രാവിലെ ഒരു ജ്യൂസ് കുടിച്ചിട്ടാണ് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്തത്. ഇത് പിന്നെയും ഞങ്ങൾക്ക് സെർവ് ചെയ്ത് തരാണ്. അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും കൂടി ഹാപ്പി ആയിരുന്നു കഴിച്ച്. അതിനുശേഷം ഇന്ന് നമുക്ക് നമ്മളെ സ്പെഷ്യലി അതുകൊണ്ട് അമ്മയോട് പറഞ്ഞുണ്ടാക്കിയതാണ് പൊങ്കൽ കഴിക്കണം എന്ന്. അപ്പോ ഇതിന്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പൊങ്കലും സാമ്പാറും ആണ് ഇന്ന് ഉണ്ടാക്കിയത്. അതിന്റെ കൂടെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൊങ്കൽ ഭയങ്കര ഭയങ്കര സൂപ്പർ ആയിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. എന്ന് വെച്ചാൽ ഇവർ ഋതു ഒരു ഹാഫ് തമിഴ് എന്നൊക്കെ പറയാം നമുക്ക്. അപ്പൊ ഇതിന്റെ ആ ഒരു ശരിക്കും ഒതന്റിക് ടേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടി. ഞങ്ങൾ ഇങ്ങനത്തെ പുതിയ ഫുഡ്സ് കഴിക്കാൻ ഞങ്ങൾക്കും ഇഷ്ടമാണ്. അപ്പോൾ അവർക്കും ഇഷ്ടമാണ് ഉണ്ടാക്കി തരാൻ. അങ്ങനത്തെ ഒരു കേസ് ആകുമ്പോൾ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കും സന്തോഷമായിരിക്കും, കഴിക്കുന്ന ആൾക്കാർക്കും സന്തോഷമായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കഴിക്കുന്നാലും. എല്ലാ എല്ലാ ഫുഡും ഞാൻ പിന്നെയും പിന്നെയും പറയാം, എല്ലാ ഫുഡും കഴിച്ചത് സൂപ്പർ ആയിരുന്നു. ഫുഡ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം ഒരു മെയിൻ സംഭവമാണ്. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ റെഡി ആയി ഇറങ്ങി. ഇന്ന് ഞങ്ങൾക്കുള്ള ഒരു ഡേ ആണ്. ഞങ്ങൾ നാലാളും മാത്രം പുറത്തു പോയ ദിവസം, ഒരു ഗേൾസ് ഡേ ഔട്ട് എന്നൊക്കെ പറയാം. നേരെ ഞങ്ങൾ ഓൾറെഡി ഒരു മൂവി കാണാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂവി കണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം സദ്യ കഴിക്കണം എന്നുള്ളത്. ട്രിവാൻഡ്രം സദ്യ സോ ഫേമസ്. അപ്പോ ട്രിവാൻഡ്രം സദ്യ കഴിച്ചു കഴിഞ്ഞതിന്റെ എക്സ്പ്രഷൻ ആണിത്. ഭയങ്കര ഒരു ഹ്യൂജ് ഒരു സദ്യയായിരുന്നു. പക്ഷെ കഴിച്ചു എന്ന് വെച്ചാൽ ഒരു പാക്കായിരുന്നു അത്. കഴിച്ചു കഴിഞ്ഞ് നേരെ ഞങ്ങള് പോത്തീസിലേക്കാ പോയെ. പോത്തീസിൽ എന്ന് വെച്ചാൽ ഓണം വരുന്ന സമയമായിരുന്നു. ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ പോത്തീസിൽ പോയി. പിന്നെ പോത്തീസിൽ നിന്ന് നേരെ ജയലക്ഷ്മി പോയി. അവിടെ ഇവിടെയൊക്കെ പോയി. പിന്നെ ട്രിവാൻഡ്രത്ത് ഈ റോഡ് സൈഡിൽ ഇങ്ങനെ കുറെ കമ്മല് കാര്യങ്ങള് ചെറിയ റോഡ് സൈഡ് ഇങ്ങനെ സ്ട്രീറ്റ് ഷോപ്പിംഗ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എക്സൈറ്റിംഗ് ഭയങ്കര എൻജോയ് ചെയ്തു. വെച്ചാൽ നമ്മളിപ്പം നോർത്ത് ഇന്ത്യ ട്രിപ്പ് പോയപ്പോ കണ്ട പോലത്തെ സാധനങ്ങൾ തന്നെ ഇവിടെയും കിട്ടുന്നുണ്ട്. ഇപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നു. അതുകൊണ്ട് ട്രിവാൻഡ്രം സിറ്റിയിൽ വലിയ ഘോഷയാത്ര ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കൃഷ്ണന്മാരും ഗോപികമാരും ഒക്കെ കണ്ടു നമ്മള്. അതിനുശേഷം നമ്മളെല്ലാം കഴിഞ്ഞ് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് മ്യൂസിയത്തിലേക്കാണ് പോയത്. മ്യൂസിയം ട്രിവാൻഡ്രം മ്യൂസിയം സൂ ആ പരിസരം ഉണ്ടല്ലോ, അവിടെയാ പോയത്. അപ്പം അവിടെ നമ്മള് ഋതുവിന്റെ സ്പെഷ്യൽ ട്രിവാൻഡ്രം സ്പെഷ്യൽ സുണ്ടലി ഞങ്ങൾക്ക് വാങ്ങി തന്നു. ഋതുവിന് ഭയങ്കര ഇഷ്ടമാണ് സുണ്ടലി. അപ്പൊ ഞങ്ങൾ അതും കഴിച്ച് കുറച്ച് സ്വീറ്റ് കോണും വാങ്ങി ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഈവനിങ് ടൈം അവിടെ നന്നായി സ്പെൻഡ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാൻ. അങ്ങനെ ഈവനിങ് ഒരു കുറച്ച് ഇരുട്ടിയപ്പോഴേക്കും ഋതുവിന്റെ പാരന്റ്സ് വന്ന് നമ്മളെ പിക്ക് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പോയത് മാനവീയത്തിലേക്കാണ്. മാനവീയത്തിൽ കുറച്ച് നടന്ന് 2-3 റീൽസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. ഇന്ന് നൈറ്റ് ഞങ്ങളെ ഫുഡ് എന്ന് വെച്ചാൽ പൊറോട്ട ആൻഡ് ചിക്കൻ ഫ്രൈ ആണ്. അവിടുത്തെ ഒരു സ്പെഷ്യൽ കടയിലെ ഒരു ചിക്കൻ ഫ്രൈ ആണത്. ആ ചിക്കൻ ഫ്രൈൻ്റെ ആ ഒരു മുരിഞ്ഞ മുളകിന്റെ മസാല ഉണ്ട്, അതിന്റെ സാറ് അതാണ് സൂപ്പർ. എന്ന് വെച്ചാൽ അങ്ങനെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ, ദിസ് ഇസ് അവർ ലാസ്റ്റ് ഡേ. ഇന്നാണ് ഞങ്ങള് തിരുവനന്തപുരത്തിന് സ്വന്തം പത്മനാഭസ്വാമിയെ കാണാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി സെറ്റായി നല്ല ഹാഫ് സാരി കൊടുത്ത് പൂ വാങ്ങി. ഞങ്ങൾ ഭയങ്കര ഇങ്ങനൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു സംഭവമായിരുന്നു. പൂ വാങ്ങി എല്ലാവരും സുന്ദരികളായി ഒരുങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ പോവാണ്. ഞങ്ങൾക്ക് നല്ല ദർശനമാണ് കിട്ടിയത്. സൂപ്പർ ആയിരുന്നു, തിരക്കൊന്നും ഇല്ലാതെ ഭയങ്കര കറക്റ്റ് സമയത്തുള്ള സംഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് സാമ്പാർ വടയാണ്. സാമ്പാർ വടയും കഴിക്കാൻ ഞങ്ങള്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസ് പോയിട്ട് നല്ല ചൂട് നെയ് റോസ്റ്റ് കഴിച്ചു. അതിനുശേഷം നമ്മള് കുതിരമാളിക അവിടുത്തെ ആ ഒരു പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. പാലസ് കണ്ട് വീട്ടിലെത്തി റെസ്റ്റ് എടുത്ത് ഈവനിങ് നമ്മള്
ലൈറ്റ് ഹൗസ് കാണാൻ പോയി. ഈ ലൈറ്റ് ഹൗസ് സൂപ്പർ ആയിരുന്നു. ഈ ലൈറ്റ് ഹൗസിന്റെ മേലെ വ്യൂ നമുക്ക് വിഴിഞ്ഞം പോർട്ട് കാണാൻ പറ്റുമായിരുന്നു. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ടിക്കറ്റ്സ് ഒക്കെ വെച്ച് ആൾക്കാരെ ഓർഡറിൽ കയറ്റുമായിരുന്നു. പക്ഷെ അതിന്റെ മുകളിൽ കയറിയാൽ നമുക്ക് തിരിച്ചിറങ്ങാൻ തോന്നത്തേ ഇല്ലായിരുന്നു. നല്ല കാറ്റും ആ ഈവനിങ് ടൈമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്സിന്റെ കൂടെ പോയ സൂപ്പർ ആയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ അവിടെ അടുത്തുള്ള ഒരു ചെറിയ ബീച്ചിലേക്കാ പോയത്. ബീച്ചിൽ നിന്ന് നമ്മൾ കുറച്ചൊന്ന് നോക്കുമ്പോഴേക്കും പിന്നെ ഫസ്റ്റ് പോയ ബീച്ചിൽ അവിടെ എന്താ മഴ പെയ്തു. അന്ന് നമ്മൾ നെക്സ്റ്റ് ബീച്ചിൽ പോയി അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് രാത്രി വീട്ടിൽ തിരിച്ചു വന്നു. വീട്ടിൽ തിരിച്ചു വന്നപ്പം ജീരുവിന്റെ ഫ്രണ്ട്സ് അവരുടെ പട്ടിക്കുട്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പട്ടിക്കുട്ടീനെ പേടിയാണ്, പക്ഷെ ഫ്രണ്ട്സ് അത്യാവശ്യം എൻജോയ് ചെയ്തു. അങ്ങനെ രാത്രിയായി, ഞങ്ങൾ തിരിച്ചു പോകേണ്ട സമയമായി. ഞങ്ങളെ കൊണ്ടുവിടാൻ ജീജു അമ്മു വന്നിട്ടുണ്ടായി. അപ്പൊ ഞങ്ങൾ അവിടുന്ന് ബായ് പറഞ്ഞ എല്ലാവരോടും ബായ് പറഞ്ഞിറങ്ങി ട്രെയിൻ കയറി. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ തൃശ്ശൂരെത്തി. ബായ്.